ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കോഴിക്കാലിൻ്റെ റെസിപ്പി കേട്ടോ. ഓവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളി വാട്ടേണ്ട കുഴക്കേണ്ട ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് ഈസിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. നമ്മളിവിടെ ഏകദേശം 3 ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ കുറച്ചൊന്ന് ഉരുളക്കിഴങ്ങ് പിടിച്ചിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കണം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് സവാളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മൊത്തമായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കയ്യിൽ മല്ലിയില അരിഞ്ഞതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില മാത്രമേ ഉള്ളായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഇതുപോലൊന്ന് പിടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലൊരു സ്റ്റിക്ക് രൂപത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കാല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. കൈ വെച്ചിട്ട് മുകളിൽ കുറച്ചൊരു കനത്തിലോ അടിയിലേക്ക് ചെറുങ്ങനെ ഒരു കനം കുറച്ചിട്ടും നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്ക് ഇത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ലോലിപോപ്പ് അല്ലെങ്കിൽ കോഴിക്കാലിൻ്റെ ഒക്കെ ആ ഒരു രൂപത്തിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒരു കോട്ടിങ് കൂടി കൊടുത്തതിന് ശേഷമാട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 മുട്ടയും ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു കോൺഫ്ലെക്സിൻ്റെ പൊടിയെല്ലാം കൂടിയാണ് കേട്ടോ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ഡിപ്പ് ചെയ്യാം. ഫസ്റ്റ് മൈദയിൽ ഒരു നല്ലൊരു കോട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കിത് എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കോൺഫ്ലെക്സ് പൊടിച്ചതിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ കോൺഫ്ലെക്സ് പൊടിച്ചതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു കവറിങ് തന്നെ കൊടുക്കുക, കാരണം നമ്മൾ പൊട്ടാറ്റോയിൽ വേറൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഡയറക്റ്റ് ഫ്രൈ ചെയ്യുന്നേക്കാളും ടേസ്റ്റ് ഈ ഒരു കോട്ടിങ്ങോട് കൂടി ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒരു 3 കോട്ടിങ് ആക്കിയിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അടിയിലത്തെ ഉരുളക്കിഴങ്ങൊന്നും കുക്ക് ചെയ്യാത്തതായതുകൊണ്ട് സ്റ്റിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്ന വരെ ഒന്ന് നമുക്കൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറമൊരു മധുരവും ഉള്ളിൽ അത്യാവശ്യം നല്ല എരിവിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ തന്നെ പിടിച്ച് കഴിക്കാൻ കഴിയുന്നതുകൊണ്ട് നല്ല ഇഷ്ടമായിരിക്കും. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നല്ല വെറൈറ്റി ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഓവർ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കട്ട്ലേറ്റ് സമൂസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പകുതി പണിയുള്ളൂ ഇത് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. ഉള്ളി വാട്ടിയെടുക്കേണ്ട ഉള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഉരുളക്കിഴങ്ങും ചിക്കനും മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.